വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹത്തായ രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ഇന്ത്യയെ 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള 200 സമരങ്ങൾക്ക് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതിൽ ഒട്ടേറെ വിപ്ലവകാരികൾ, സ്വദേശാഭിമാനികൾ, അങ്ങനെയുള്ള ധീരദേശാഭിമാനികളുടെ രക്തം കൊണ്ട് കൈകഴുകിയ, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാട്ടം നയിച്ച ധീരദേശാഭിമാനികളുടെ ആ പ്രവർത്തന ഫലം കൊണ്ടാണ് നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15-ാം തീയതി ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും കെട്ടിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി തൊട്ട് ബഹദൂർ ഷാ സഫർ മുതൽ, ബദറുദ്ദീൻ തയ്യിബ്ജി മുതൽ, ബീഗം ഹസ്രത്ത് മുതൽ, മൗലാന അബുൽ കലാം ആസാദ് മുതൽ, അതുപോലെയുള്ള അലി സഹോദരന്മാർ, എത്രയെത്ര ഹലീമ ബീവി മുതൽ, അതുപോലെ തന്നെയാണ് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും, ആലിം മുസ്ലിയാരും, മമ്പുറം സയ്യിദ് അലവി തങ്ങളും, വക്കം അബ്ദുൽ ഖാദർ മൗലവിയും, KM മൗലവിയും, സീതി സാഹിബും ഒക്കെയുള്ള ധീരദേശാഭിമാനികളുടെ പ്രയത്നത്തിന്റെ, പരിശ്രമത്തിന്റെ ഈടുറ്റ സംഭാവനകളാണ് വിശ്വാസികളെ ഇന്ന് ഇന്ത്യ രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ലോകത്തിന്റെ ഏത് നിറകയിൽ വെച്ച് നോക്കിയാലും സാരേ ജഹാൻ സെ അച്ഛാ എന്നുള്ള ആ വിശ്വസുന്ദരമായിട്ടുള്ള ആ ഗാനത്തിന്, ആ ഈരടികൾക്ക് സാക്ഷ്യപ്പെടുത്തിയ വിശ്വമഹാകവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അതുപോലെയുള്ള എത്ര ധീരദേശാഭിമാനികളുടെ ആ പ്രയത്നമാണ് ഇന്ത്യ രാജ്യത്തും നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അറിയുമല്ലോ, വക്കം അബ്ദുൽ ഖാദർ കഴിമരത്തിലേക്ക് പോകുമ്പോൾ ഒരു എഴുത്തു കൊടുക്കുകയാണ്. എൻ്റെ പിതാവിനുള്ള എഴുത്താണ് ഇത്, നീ താങ്കൾ കൊണ്ട് കൊടുക്കണമെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥനോട് പറയുകയാണ്. ആ എഴുത്ത് വായിച്ചുകൊണ്ട് പിതാവ് പൊട്ടിക്കരയുകയാണ്, പിന്നീട് സന്തോഷിക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദറിന്റെ ആ ആത്മകഥയിൽ നാം വായിക്കുകയാണ്. എന്താണ്? കഴിമരത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും എഴുതിയ ആ കത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ട വാപ്പ, നാടിന് വേണ്ടി ഞാനിതാ രക്തസാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എത്ര സന്തോഷത്തിലാണെന്നറിയുമോ, എത്രമാത്രം ആമോദത്തിലാണെന്നറിയുമോ? എൻ്റെ സന്തോഷം നിങ്ങൾ അറിയണമെങ്കിൽ എന്നെ കഴിമരത്തിലേക്ക് തൂക്കുവാൻ പോകുന്ന ഈ സമയത്ത് ഇവിടെ ദൃക്സാക്ഷികളായിട്ടുള്ളവരെ ഒന്ന് എൻ്റെ വാപ്പ ഒന്ന് പോയി കാണണം, അത്രയ്ക്കും സന്തോഷമാണ് എന്നെഴുതിയ, കഴിമരത്തിലേക്ക് പോകുന്ന സമയത്ത് പിതാവിന് എഴുതിയ വക്കം അബ്ദുൽ ഖാദർ. എത്ര ധീരദേശാഭിമാനികളാണ്. ആബിദാബീകം നമുക്കറിയുമല്ലോ, അലി സഹോദരങ്ങളുടെ ഉമ്മ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ബ്രിട്ടീഷിന്റെ കുഞ്ചിക സ്ഥാനത്ത് കയറി ഇരുന്നു കൊണ്ട് മഹാനായ മുഹമ്മദ് അലി ബ്രിട്ടീഷുകാരോട് പറഞ്ഞത്, എൻ്റെ രാജ്യത്തിന് ഒന്നുകിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ ബ്രിട്ടീഷ് രാജ്യത്തിൽ 6 അടി മണ്ണ് നൽകുക എന്ന് പറഞ്ഞ ധീരദേശാഭിമാനികളായിട്ടുള്ള അലി സഹോദരങ്ങളുടെ പിൻതലമുറക്കാരെ കണ്ടുകൊണ്ട് ഇന്ന് ചില സംഖ്യകൾ ചോദിക്കുകയാണ്, രാജ്യസ്നേഹത്തിന്റെ കൂറെഴുതി കൊടുക്കണം പോലും. ബ്രിട്ടീഷ് പാദസേവ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത സംഘീയ മുതലാളിമാരുടെ അനുയായികൾ ഇന്ന് ചോദിക്കുകയാണ്, ധീരദേശാഭിമാനികളായ അലി സഹോദരങ്ങളുടെ പിൻഗാമികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ കൂറ് തെളിയിക്കണമെന്ന്. ഞങ്ങൾ കൂറ് തെളിയിക്കണമോ? മുസ്ലിംകൾ കൂറ് തെളിയിക്കണമോ? ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തി എൻ്റെ ഹൃദയത്തിന്റെ മുൻഭാഗത്തോടുകൂടി നിങ്ങൾ നിറയൊഴിക്കുക എന്ന് പറഞ്ഞ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിൻഗാമികൾ ഈ രാജ്യത്തിന്റെ കൂറ് തെളിയിക്കണമോ? മനസ്സില്ല, ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കും, മരണം വരെയും ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്ത് തന്നെ ജീവിക്കും, മരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് തന്നെ രാജ്യത്തിന് വേണ്ടി മരിക്കും എന്നുള്ള പ്രഖ്യാപനം സ്വീകരിച്ചവരാണ് ഓരോ മുസൽമാനും. ഒരു കൈയിൽ വിശുദ്ധ ഖുർആനും മറുകൈയിൽ BR അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുമായിട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുക തന്നെ ചെയ്യും. അവരെ ചോദ്യം ചെയ്യുവാൻ ബ്രിട്ടീഷ് പാദസേവ ചെയ്തവർക്ക് ഒരു ന്യായവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. വിശ്വാസികളെ, ബ്രിട്ടീഷുകാരോട് പോരാടിയവരാണ് നമ്മുടെ തലമുറ. ഇന്നും
പാകിസ്ഥാനാണ് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധവുമായി വരുന്നുവെങ്കിൽ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞതുപോലെ, ഇതാ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാണ്, എനിക്കൊരു മകനുണ്ട്, വേറെ ഒന്നും എനിക്ക് തരാനില്ല, ഈ മകനെ ഈ പാകിസ്ഥാനെതിരെ പോരാടുവാൻ, അതിർത്തിയിൽ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഖായിദെ മില്ലത്തിന്റെ അനുയായികളോട് ചോദിക്കുകയാണ്, രാജ്യത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? പത്രങ്ങളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്തുമുണ്ട്, രാജ്യത്തെ ഒറ്റക്കൊടുത്തവർ മുസ്ലിം വിശ്വാസികളല്ല. ഉന്നതമായിട്ടുള്ള സൈനികത്തിന്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിന്റെ രഹസ്യ നീക്കങ്ങൾ പോലും മറുരാജ്യത്തിന് ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുസൽമാനല്ല എന്ന് പറയുമ്പോഴാണ് വിശ്വാസിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈമാന്റെ മാധുര്യം. ജീവിതത്തിൽ നാം ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതം നാം ഒഴിഞ്ഞു വെക്കുക സഹോദരങ്ങളെ. മനസ്സിൽ പോലും ഒരു തെറ്റായ ചിന്ത നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ടാകരുത്. രാജ്യസ്നേഹം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ സമയത്ത് മക്കയെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മക്ക, എൻ്റെ പ്രിയപ്പെട്ട മക്ക, നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു മക്ക, വല്ലാതെ കടപ്പാടുണ്ട് മക്ക. വലൗലാ അന്ന ഖൗമിക അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറുക. എന്നെ എൻ്റെ സമൂഹം പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ മക്ക വിട്ടുകൊണ്ട് ഒരിക്കലും ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോകില്ല എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീണ രാജ്യത്തിന്റെ ആ സ്നേഹം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്കത വശബ്ദ്. അല്ലാഹുവേ, മദീനയെ എനിക്ക് സ്നേഹമുണ്ടാക്കണം. മക്കയെ ഞാൻ സ്നേഹിച്ചതിനേക്കാൾ, എനിക്ക് പിറന്ന നാടിനേക്കാൾ എനിക്ക് മദീന, അതാണ് വളരുന്ന നാട്, ജനിച്ച നാടിനോടുള്ള വിശ്വാസികളുടെ കടപ്പാട്. അതുകൊണ്ട് വിശ്വാസികളെ, ഇന്ത്യ രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്നിന്റെ വേളയിൽ നാം രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം വിശ്വാസികളെ. ഭരണീയരോടുള്ള ആ ഒരു സ്നേഹവായ്പ ഭരണകർത്താക്കൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി നാം സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ധിക്കാരികളായിട്ടുള്ള ഭരണാധികാരികളെ തകർത്ത് കളഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് നാം. ചരിത്രത്തിൽ എപ്പോഴും നാം വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഇതിനേക്കാളും ലോകത്തെ കീഴടക്കിയ ഭരണീയരെ അടിച്ചമർത്തി കഴിഞ്ഞിരുന്ന ഫിറഔൻ, നമ്രൂദ്, അതുപോലെയുള്ള ധിക്കാരികളെയെല്ലാം വെള്ളം കുടിപ്പിച്ച പ്രപഞ്ച സൃഷ്ടാവായ റഹ്മാനായ റബ്ബ്, അവൻ ഇന്നും ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. നിരന്തരമായി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്ത് ജീവിച്ച് അവസാന ശ്വാസം വരെയും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന റബ്ബിനോട് സദാ ഉണ്ടാകണേ. അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ്